ദേ ഇവിടെ ഒരുത്തൻ മുടിയൊക്കെ വിട്ട് നല്ല മുടുക്കനായിട്ടോ ഒരു വിധത്തിലാണ് പിടിച്ചു വെച്ചവൻ മുടി വെട്ടിച്ചത്. ദേ മൃദുലൊരു വരയും കൂടി അങ്ങ് ഇട്ട്. അപ്പം അവൻ്റെ ഹെയർ കട്ട് ഒക്കെ ഇട്ട് താഴെ കവന്റി. ഈ ഹൈപ്പർ നമ്മളെ മടിയനാക്കും കേട്ടോ. എന്നാണ്ട് അലുവ പീസ് പോലെ നമ്മളെ കേരച്ചൂരയൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കോട്ടെ. അത് വിട്, അത് പിന്നെയും കുഴപ്പമില്ല. ഇനി ഇതിലും മടി ഉണ്ടെന്നുണ്ടെങ്കിൽ മസാല പുരട്ടി അപ്പുറത്ത് വേറെ വെച്ചിട്ടുണ്ടേ. അത് പുരട്ടുന്നതിന് അവർ ഡബിൾ ചാർജ് ചെയ്യും, അത് വേറെ. അപ്പോഴാണ് എൻ്റെ ഫുഡ് കോർട്ട് അവിടെ നിന്ന് മാടി വിളിച്ചത്. നല്ല പാവുജി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മൃദുലൊക്കെ ആണെങ്കിൽ പാവുജി വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ഒരു പോഷൻ അവനെയും കൊണ്ട് ഇനി മോളിൽ വരൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്പൂട്ടപ്പോൾ കയ്യിലിരിക്കത്തേ ഇല്ല കേട്ടോ. അവനിങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കണം. നമ്മളൊന്ന് കൈ പോലും പിടിക്കുന്നത് അവന് ഇഷ്ടമല്ല. ഷോപ്പിങ്ങിന് എടുത്തതിനെക്കാട്ടി സമയം അവന് നടക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് സത്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് വർക്കൗട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ്റെ പുറകെ ഓടുന്നത് തന്നെ നല്ലൊരു വർക്കൗട്ടാണ്. വീട്ടിൽ വന്ന ഉടനെ വിശപ്പ് സഹിക്കാൻ വയ്യായിരുന്നു. നേരെ പാവുബജി അങ്ങോട്ട് പൊട്ടിച്ചു. വൻ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ എന്തോ നമ്മൾ മുംബൈയിൽ നിന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിന് മസാല ഒരു ഫ്ലേവർ ഇല്ലാത്തതെന്നൊക്കെ എനിക്ക് തോന്നി. അതുപോലെ ഓവർ പുളിപ്പ് പോലെയും തോന്നി കേട്ടോ. അവൾ കഴിച്ചിട്ടും ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ പറഞ്ഞത്. അമ്പൂട്ടൻ്റെ ഇവിടെ ടേബിളിനടിയിൽ വന്നിട്ട് ഞം 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 തിന്നോണ്ടിരിക്കുക കേട്ടോ. അമ്പൂട്ടൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാമേ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് ആൻഡ് ബൈ.